അപ്പൊ ഞാൻ പിന്നെ ഇമോഷണലി കുറച്ച് വീക്കാണ്. ആ ടൈമിൽ കരഞ്ഞിട്ടൊക്കെ പുള്ളിനെ ഫോൺ വിളിച്ചു, പുള്ളി എടുക്കുന്നില്ല. വീഡിയോ കോൾ വിളിക്കുന്നു, മോനെ വയ്യാഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ വിളിക്കുന്നു, അതൊന്നും എടുക്കുന്നില്ല. ഞാൻ എന്നിട്ട് ക്ലിപ്സ് അയക്കുന്നുണ്ട്, മോൻ വയ്യാതിരിക്കുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും, കാരണം ഓൾറെഡി ഒരു ആളുടെ കൂടെ നിൽക്കുവാണ്, അപ്പം സ്വന്തം മോനെ പോലും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു മെന്റാലിറ്റി വന്നിട്ടുണ്ട് ആൾക്ക്. പിന്നെ ആ ഒരു ടൈമിൽ വെള്ളം അടിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ വെള്ളം അടിക്കുകയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങനെ അഡിക്ഷൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് കിട്ടി, അപ്പൊ അതിൻ്റെ അകത്തിരുന്ന് ഫ്രണ്ട്സ് വരുന്നു, വെള്ളം അടിക്കുന്നു. അപ്പൊ ഇതെല്ലാം തുടങ്ങിയപ്പോഴത്തേക്ക് ആള് മൊത്തത്തിൽ മാറിപ്പോയി. അപ്പൊ എനിക്കും തോന്നി എന്റെ കൈവിട്ടു പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഈ ലിവ് ഇൻ റിലേഷൻ ആ കുട്ടിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്. ഹലോ സുഹൃത്തുക്കളെ, സിബിൻ എന്നൊരു വ്യക്തിയെ ഞാൻ അറിയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന് കയറിയതിന് ശേഷമാണ്. അതിനുശേഷമാണ് സിബിന്റെ ലൈഫിനെ കുറിച്ച്, വിവാഹത്തെ കുറിച്ച്, വൈഫ് ആയ ചിഞ്ചുവിനെ കുറിച്ച് വരെ ഞാൻ അറിയുന്നത്. എന്നെപ്പോലെ തന്നെ സിബിനെ അങ്ങനെ അറിയുന്ന ചിലരുണ്ടാകും, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന് കയറിയിട്ട് ഇത്രത്തോളം ഫാൻസിന് ഉണ്ടാക്കിയ മറ്റൊരു കണ്ടസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ സിബിൻ എന്നൊരു വ്യക്തി ഒരു ഹീറോ തന്നെയാണ്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നു, ഒരുപാട് ജനങ്ങളുടെ ഇഷ്ടം കൈപ്പറ്റുന്നു, അതിൽ നിന്നും പുറത്തു പോകുന്നു. പിന്നീട് ഇത്രയും വലിയൊരു കോർപ്പറേറ്റിന് എതിരെ സിബിൻ എന്നൊരു വ്യക്തി നിന്ന് സംസാരിക്കുന്നു. അതും പല ഭീഷണികളുണ്ടായിട്ട്, സ്വന്തം അമ്മക്ക് പോലും അപകടങ്ങൾ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അമ്മയെ പോലും അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായിട്ട് പോലും ഒരു തരിമ്പിന് പോലും പേടിക്കാതെ അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സിബിൻ എന്നൊരു വ്യക്തി ഹീറോ തന്നെയാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ സിബിൻ എന്നൊരു വ്യക്തിയുടെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ആ വ്യക്തി ഹീറോയാണോ വില്ലനാണോ എന്നൊരു ചോദ്യവും കൂടി ഉണ്ട്. സിബിന്റെ വൈഫ് ഇപ്പോൾ ഡിവോഴ്സാണ്, അതുകൊണ്ട് തന്നെ സിബിന്റെ പേര് കൂട്ടി അവരെ അറിയണമെന്നോ അറിയിക്കണമെന്നോ ആ മേൽവിലാസത്തിൽ ജീവിക്കണമെന്നോ ചിഞ്ചു എന്ന് പറയുന്ന സിബിന്റെ വൈഫ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിബിന്റെ വൈഫ് എന്ന ഒരു ലേബിൾ ഞാൻ ഇപ്പോൾ വീണ്ടും അവരുടെ പേരിന് കൂടെ ചേർക്കുന്നുണ്ട്. സിബിന്റെ വൈഫ് പറയുന്നത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ സിബിൻ എന്നൊരു ദുഷ്ടനാണ്, വില്ലനാണ്. സ്വന്തം കുഞ്ഞിന് എന്നുവെച്ചാൽ വയ്യാത്തൊരു കുഞ്ഞാണ്, എന്താണ് അസുഖമെന്നോ അല്ലെ എന്താണ് വയ്യായതെന്നോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ കുട്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ സിബിനെ കുറിച്ചും സിബിന്റെ വൈഫിനെ കുറിച്ചൊക്കെ അറിയുന്നവർക്ക് ആ കുട്ടിയുടെ വയ്യാകേട് എന്താണെന്നും അറിയാൻ കഴിയും. ആ വയ്യാത്തൊരു കുഞ്ഞിനെ പോലും വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സിബിൻ, സ്വന്തം ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ അല്ലെങ്കിൽ ആത്മമിത്രത്തെ പോലും ചതിക്കുകയും പെൺവിഷയത്തിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സിബിൻ, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന സിബിൻ, ഒരു വിവാഹം വെച്ച് ഭാര്യയും കുട്ടിയും വയ്യാതെ ഒരു കുട്ടിയും ഉള്ള സമയത്ത് പോലും മറ്റു പെണ്ണുങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന സിബിൻ, കുഞ്ഞിനും ഭാര്യക്കും ചെലവിനോ കുഞ്ഞിന്റെ അസുഖത്തിനു പോലും പണം കൊടുക്കാതെ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് പണം അയച്ചു കൊടുക്കുന്ന സിബിൻ, എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ വളരെ വില്ലനും ദുഷ്ടനുമായ ഒരു സിബിനെയാണ് വൈഫ് പറയുന്നതിൽ നിന്നൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ചോദിക്കും എന്താണ് ഇതിനൊക്കെയുള്ള തെളിവെന്ന്. ആദ്യം തന്നെ ഈ കുഞ്ഞിന്റെ പേര് അല്ലെ കുഞ്ഞിനെ മുൻനിർത്തിയിട്ട് വൈഫിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സിബിന്റെ വോയിസ് ഈ പറയുന്ന ഭാര്യ ചിഞ്ചു പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് അത് തന്നെ കേട്ടിട്ട് തുടങ്ങാം മുന്നോട്ട്. അതായത് ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം മോന് വയ്യാതിരുന്ന സമയത്ത് വിളിച്ചപ്പം ആള് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മോന് ഒട്ടും വയ്യാതിരുന്ന, ഞാൻ അടി കൂടാനൊന്നും അല്ലല്ലോ വിളിച്ചത്, മോന് സുഖമില്ല എന്ന് പറയാനാണ് വിളിച്ചത്. അപ്പൊ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതിന് മോന് വയ്യെങ്കിൽ അതിന് എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെജീഷ്യൻ എന്തെങ്കിലും ആണോ, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അതെന്തെങ്കിലും ഉണ്ട്, വേണമെങ്കിൽ കേൾപ്പിക്കാം. ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, കൊച്ചെന്ന് പറഞ്ഞ എന്നെ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവൻ കരയുമായിരിക്കും, അവൻ ബഹളം വെക്കുമായിരിക്കും, അവന്റെ മനസ്സിനത് ഭയങ്കര മുറിവുകൾ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ വാശി കാണിക്കില്ല ദേവിയത്. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലോ വെറുതെ എന്നെ വാശി കയറ്റരുത്. ഞാൻ വിചാരിച്ചാൽ ഞാൻ വരും, ഞാൻ ബലം പിടിച്ചായാലും ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരും. അതൊക്കെ ചെയ്താൽ മാത്രമേ നിനക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടത്തുള്ളൂ. അത്രയും കാലമെങ്കിലും അവൻ എൻ്റെ കൂടെ ഇരിക്കും. അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പിന്നെ നീ കേസ് കൊടുക്കേണ്ടി വരും, നീ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും, നീ എന്നെ അന്വേഷിച്ച് എവിടെ നടന്നാൽ എന്നെ കിട്ടൂല, നീ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യേണ്ടി വരും. ഇത് ഒരു ബ്ലാക്ക് മെയിലിന്റെ ഓഡിയോ ആണ്. മോന് വയ്യാതിരുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ ഉള്ള തിരിച്ചുള്ള എൻ്റെ റെസ്പോൺസ് ആണ് പുള്ളിയുടെ. അപ്പോൾ മോന് വയ്യാതിരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ വന്ന് ഇമോഷണലി ഒത്തിരി ഡൗൺ ആയിപ്പോയി. കാരണം അങ്ങനത്തെ രീതിയിലാണ് കുട്ടി അന്ന് ബിഹേവ് ചെയ്തത്. എനിക്ക് ആരോട് പറയണം, കാരണം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിനോടാണ്. അപ്പൊ അന്ന് ഞാൻ വിളിച്ചപ്പം എനിക്ക് തിരിച്ച് ഉള്ള റെസ്പോൺസ് പുള്ളി തന്നത് ഇതാണ്. ദിസ് വാസ് എ റെസ്പോൺസ്. അപ്പൊ അതിനുശേഷം പുള്ളി പറയുന്നത് കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശ് തട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിക്കുന്നതെന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി. അതൊരു വലിയൊരു, എനിക്ക് ഒരു അമ്മ എന്നുള്ള ഒരു റോള് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അന്ന് പുള്ളി പറഞ്ഞത്.
അന്ന് ഞാൻ വിചാരിച്ചു ഇനി മോന്റെ ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിയെ വിളിക്കില്ല. കാരണം അന്ന് എനിക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ജോലി കയറിയിട്ട് എനിക്ക് വളരെ ഒരു തുച്ഛമായ വിലയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിയെടുത്ത് മോന്റെ ഒരു കാര്യവും പിന്നെ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ വയ്യാന്ന് പറഞ്ഞ് വിളിക്കാനോ പോയിട്ടില്ല. കേട്ടില്ലേ? ഇതിൽ സിബിന്റെ വോയിസ് കൃത്യമായിട്ട് മനസ്സിലാവും. ആ പറയുന്ന ചിഞ്ചു എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ അമ്മ, സിബിന്റെ വൈഫ്, ആ വ്യക്തി കരഞ്ഞുകൊണ്ട് പറയുന്നത് കൂടി നമുക്ക് മനസ്സിലാവും. കുഞ്ഞിന് വയ്യാതിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വയ്യായ്കയുള്ള കുട്ടികളുടെ ആ സമയത്തുള്ള ചെയ്ത്തുകൾ എന്ന് വെച്ചാൽ ആ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് പെരുമാറുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഗോപിനാഥ് മുതുകാടിന്റെ വിഷയത്തിൽ അവരുടെ അമ്മമാര്, ആ പറയുന്ന ഗോപിനാഥ് വിഷയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്ന അമ്മമാര് ആ അസുഖമുള്ള കുട്ടികൾ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഒരു വയ്യാടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്തെല്ലാം ആ സമയത്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഈ പറയുന്ന ഒരു അമ്മ മാത്രമായി നിൽക്കുമ്പോൾ അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതലാവുമ്പോൾ തന്റെ ഭർത്താവിനെ വിളിച്ച് പറയുകയാണ് കുട്ടിക്ക് ഇങ്ങനെ വയ്യാടും കാര്യങ്ങളും ഉള്ളപ്പോൾ. അപ്പോൾ അവിടെ നിന്നുള്ള റെസ്പോൺസാണ് ഈ കേൾക്കുന്നത്. ഒന്ന്, സിബിനും ഈ പറയുന്ന ലേഡിയും കൂടി ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം ചെയ്തതാണ്. ആ സമയത്ത് തന്നെ അച്ഛനിൽ നിന്നിട്ടും അകൽച്ച വന്നു, അമ്മ മാത്രം സപ്പോർട്ട് ചെയ്തു. എന്നാലോ ഈ അച്ഛനിൽ നിന്ന് അകൽച്ച വന്ന് അച്ഛൻ കുറെ അന്വേഷിച്ചു സിബിനെ കുറിച്ച്. എന്നിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് മകളോട് പറഞ്ഞത്, ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുകയും. എന്നാൽ 10-25 വയസ്സ് മാത്രമുള്ള സമയത്തും സിബിൻ എന്നൊരു വ്യക്തിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആ വ്യക്തി നല്ലവനാണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും മനസ്സിലാക്കി ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ട് എല്ലാവരുടെയും എതിർപ്പിനെ തരണം ചെയ്ത് അവർ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം ജീവിതം ഇതുപോലെയായി. എന്നാലോ അതുമൂലം ഇവർ ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നും കൂടി ഇവർ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. എന്തിനാണ് സിബിൻ തന്നെ പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ എങ്കിലും അനുവദിക്കണമെന്ന്. ഇതുപോലെ ഒരു കുഞ്ഞിന് വയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ അമ്മ വിളിക്കുമ്പോൾ ഇതുപോലെ റെസ്പോണ്ട് ചെയ്യുന്ന സിബിന് പിന്നെ എന്തിന്റെ അവകാശത്തിലാണ് കുഞ്ഞിനെ കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ തന്നെ സിബിന വീട്ടുകാരുടെ നാട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ അഭിപ്രായത്തെ എതിര് നിന്നിട്ട് തന്നെ സിബിന് വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ലേഡിക്ക് ഉണ്ടായ അനുഭവം, അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വ്യക്തിയെ വിവാഹം കഴിച്ച് ഇന്ന് അവർ അകന്ന് ജീവിക്കുന്നു, പിരിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലേഡി ചിഞ്ചു എന്ന് പറയുന്ന ലേഡി എടുത്ത തീരുമാനം തെറ്റായി എന്നതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവർക്ക് ഇവരുടെ ഫാമിലിയുടെ മുന്നിലോ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ആദ്യം എടുത്തൊരു തീരുമാനം തെറ്റായി പോയെന്നുകൊണ്ട്. കാരണം എന്നാൽ ഇവരെടുത്ത തീരുമാനം കൊണ്ടാണോ ഈ ബന്ധം നശിച്ചത് അല്ലെങ്കിൽ ഈ ബന്ധം ഇങ്ങനെ ആയിപ്പോയത്? ഇവർ പറയുന്ന ഇന്റർവ്യൂവിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നിരുന്നാൽ പോലും ഇവർ ഈ വിവാഹം അല്ലെങ്കിൽ സിബിനെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ ഫാമിലിനെ വെറുപ്പിച്ച് ഈ സിബിനെ വിവാഹം കഴിച്ച ആ തീരുമാനം തെറ്റായത് കൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് കേട്ടു നോക്കാം. കാരണം ഞാനായിട്ട് എടുത്ത ഡിസിഷനാണ് ലൈഫിൽ. അപ്പൊ ആ ഒരു എടുത്ത ഡിസിഷൻ കാരണം പല പല ഡിസിഷൻസും എനിക്കിപ്പം പല ഡിസിഷൻസ് ഇപ്പൊ എനിക്ക് തനിയെ എടുക്കുമ്പോൾ എല്ലാവർക്കും വിഷമം, ടെൻഷനാണ്. ആ എടുക്കുന്ന ഡിസിഷൻസ് ഇപ്പം വാലിഡ് ഡിസിഷൻസ് ആയിരിക്കുമോ, അവൾ വീണ്ടും കുഴിയിൽ പോയി ചാടുവോ, അങ്ങനെ ഒരു വിഷമവും ടെൻഷൻസും എൻ്റെ ഫാമിലിക്കുണ്ട്, പാരൻസിനാണെങ്കിലും. അപ്പൊ അവര് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞാലും അവരൊരു 100 പ്രാവശ്യം ആലോചിക്കും അവളത് എടുക്കാൻ അവളെ കൊണ്ട് പറ്റുമോ. ഇപ്പൊ മോന്റെ കാര്യം ഒറ്റയ്ക്ക് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ മോന്റെ കാര്യം അനുസരിച്ച് ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സീനിയർ ആൾക്കാരോട് അവർ ചോദിക്കുമ്പോൾ ആസ് എ മദർ ഓഫ് എൻ 8-year കിഡ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ വേറെ സീനിയറിനോട് ചോദിക്കുമ്പം എനിക്ക് അവിടെ ഒരു വിഷമമാണ്. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തു, ഇങ്ങനെ ഒരു മാരേജ് ലൈഫിൽ പോയി വീണു, അത് ടോക്സിക് ആയി. അതിൽ നിന്ന് ഇപ്പൊ കരകയറാനും പറ്റുന്നില്ല. കാരണം പുള്ളി ഡിവോഴ്സ് തരുന്നില്ല. ഈ ഡിവോഴ്സ് തരാതിരുന്നത് കൊണ്ട് പുള്ളിക്ക് എന്താണ് നേട്ടം ചോദിച്ചാൽ പുള്ളിയുടെ ലൈഫ് നല്ലതുപോലെ നടത്തുന്നുണ്ട്. പക്ഷെ ആസ് എ വുമൻ ആൻഡ് ആസ് ഹാവിങ് എ കിഡ് എനിക്ക് എന്റെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ടെൻഷനാണ്. അപ്പൊ അത് കാരണം BP നോർമൽ അല്ല, എനിക്ക് ഇഷ്യൂസ് ഉണ്ട്. ഫെയിന്റിങ് ഇൻസിഡൻസ് വരുന്നുണ്ട്. വെർട്ടിഗോ എന്ന് പറഞ്ഞിട്ട്, വെർട്ടിഗോ എന്താന്ന് ഉള്ളവർക്ക് മനസ്സിലാവും. ഇടയ്ക്ക് ഫെയിന്റിങ് ഇൻസിഡൻസ് ആണ്. ഹൈ BP ആണ്. BP വാല്യൂ അല്ല, ഹൈപ്പർ ടെൻഷൻ വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ പോകുന്നത്. കേട്ടില്ലേ? ഇവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, സ്വയം പൊരുതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ കുഞ്ഞിനായിട്ട്. എന്നിട്ട് പലരും ഈ പറയുന്ന സിബിന്റെ ഫെയിമിൽ നീ വലുതാവുന്നു, നീ ആളാവുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഇവർ തന്നെ പറയുന്നുണ്ട് സിബിന്റെ ഫെയിം എനിക്ക് ആവശ്യമില്ല.
പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് സിബിൻ എന്നൊരു വ്യക്തിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോയി ആ വ്യക്തി ജീവിതത്തിൽ വന്ന ഒരു തെറ്റായ തീരുമാനമായി പോയി. ആ തെറ്റായ തീരുമാനം കാരണം ഇന്ന് മറ്റു പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർ അസുഖത്തിലേക്ക് പോലും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഇവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഡിവോഴ്സ് പോലും സിബിൻ കൊടുക്കുന്നില്ല. ഇവർ തമ്മിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്തി തീരുമാനമാണ് പിരിയുക എന്നത്. രണ്ടുപേർക്കും ജീവിതമുണ്ട്. സിബിൻ ഇവരായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനിടയിൽ തന്നെ മറ്റു സ്ത്രീകളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഈ ലിവിൻ ടുഗദറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സിബിൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഭാര്യ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതൊക്കെ സിബിൻ പറയുന്നുണ്ടായിരുന്നു. അതിന് ഇവർ ഉത്തരം കൊടുക്കുന്നുണ്ട്. ഈ അസുഖം വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് പോലും ഈ ലിവിൻ ടുഗദറായിട്ട് കൊണ്ട് നടന്നിരുന്ന പെണ്ണിനെ കൂടെ അടുത്ത് നിർത്തുന്ന സമയത്ത് ഭാര്യ എന്ന അധികാരത്തിൽ ചെല്ലാൻ പറ്റില്ല. കാരണം ഭാര്യ എന്നൊരു പെണ്ണുള്ള സമയത്ത് തന്നെ മറ്റൊരു പെണ്ണിനെ കൂടെ നിർത്തിയേക്കാണ്. അപ്പൊ എങ്ങനെയാണ്? നടക്കൂല. എല്ലാ സ്ത്രീകളും അങ്ങനെ അത്രയും വിശാല മനസ്സ് ഉള്ളവരൊന്നും ആയിരിക്കില്ല. കാരണം കുടുംബത്തെ പോലും വെറുപ്പിച്ചിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങിച്ചെന്നതാണ്. ആ സമയത്ത് ഇയാൾ വീണ്ടും കുറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് സ്ത്രീക്കാണ് സഹിക്കാൻ പറ്റുന്നത്? പിന്നെ അതൊക്കെ കണ്ണടച്ചിട്ട് ഓക്കെ ഇയാളുടെ കൂടെ ഉള്ള ജീവിതമുള്ളൂ, ഇയാളില്ലെങ്കിൽ എനിക്ക് മറ്റൊരു ജീവിതമില്ല, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല, ചിലവുണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ പട്ടിണി കടന്നു പോകും എന്ന് ചിന്തിക്കേണ്ട ആവശ്യവും ഇവർക്കില്ല. ഇവർക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഈ പറയുന്ന സിബിൻ വളരെ വലിയ തോൽവിയുമാണ്. കൂടെ ഒരു ദുഷ്ടനോ വില്ലനോ ആയി കാണാം. ഇനി ഒരു സുഹൃത്ത് എന്ന നിലയിൽ സിബിൻ എന്താണ് എന്നും കൂടി ഇവർ പറയുന്നുണ്ട്. സ്വന്തം ചൈൽഡ്ഹുഡ് കൂട്ടുകാരനെ ഫ്രണ്ടിനെ പോലും ചതിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ ഫ്രണ്ടിൽ നിന്നും കുറെ കൂടി കാര്യങ്ങൾ കേട്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ സിബിനുമായിട്ട് ഇവർ പിരിഞ്ഞത് തന്നെ എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിനുണ്ടായ അല്ലെങ്കിൽ ഫ്രണ്ടിനെ എങ്ങനെയാണ് ചതിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഫ്രണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ഇവരറിഞ്ഞത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. കുറച്ച് കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ എക്സാക്ട് റീസൺ അല്ലെങ്കിൽ എക്സാക്ട് കാര്യം എന്തായിരുന്നു? ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ നിന്നെ ശരിക്കും എന്നെ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. പുള്ളിക്ക് ഒരു കട ഉണ്ടായിരുന്നു. ഒരിക്കലും പുള്ളി വിചാരിച്ചല്ല കല്യാണം നടക്കുമെന്ന്, ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചതുമല്ല. നിന്നെ കിട്ടിയപ്പം പുള്ളി പാരലലി കുറച്ച് പുള്ളിയുടെ പഴയ എക്സ് ഗേൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ തമ്മിലുള്ള മാരേജ് ഉറപ്പിച്ച ടൈമിലാണ് ഇവരോടൊക്കെ പോയി സോറി ചോദിക്കുന്നത്. അത് എനിക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുള്ളി ആ ടൈമിൽ അങ്ങനെ മെസ്സേജ് അവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് പക്ഷെ നോക്കിയത് പിന്നെയാണ്. പുള്ളിക്കാരൻ കുറെ അടുത്ത് പോയി പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഈ മെസ്സേജൊക്കെ കണ്ടിട്ട് ഒരിക്കലും ആ കല്യാണം നടക്കില്ലായിരുന്നു. അപ്പൊ എനിക്ക് അവിടെയും തെറ്റുപറ്റിപ്പോയി. ഞാൻ അത്രയ്ക്കും പുള്ളിനെ വിശ്വസിച്ചു. അപ്പൊ ഇതൊന്നും ഞാൻ നോക്കിയില്ല. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞതിന്റെ ബേസിൽ പോയി വീണ്ടും റീചെക്ക് ചെയ്തപ്പോ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്, പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പറഞ്ഞത് കറക്റ്റാണ്. പഴയ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടു. അപ്പൊ എനിക്ക് തന്നെ വിഷമം തോന്നി. കാരണം എന്റെ കൂടെ കിടന്ന് എന്റെ കൂടെ തന്നെയാണ് എല്ലായിടത്തും പോകുന്നത്. ഞാനും പുള്ളി പോകുന്നിടത്തെല്ലാം പഠിപ്പിക്കാനുള്ള കൂടെ പോയിട്ടുണ്ട്. എന്നെ കൂടെ ഇരുത്തി പുള്ളിക്കാരൻ ബാക്കിയുള്ളവരോട് മോശമായിട്ട് എന്നെ തന്നെ പറഞ്ഞപ്പോ അത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമുക്കൊരു ഗ്യാപ്പ് വരും. ചോദിക്കാൻ പോലും തോന്നില്ല. ആ ഒരു ഗ്യാപ്പ് നമുക്ക് വരും. അന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയം. അതല്ലേ ആ ടൈം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത. അങ്ങനെ സുഹൃത്തിനെ ചതിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്താണ്? സിബിൻ അതെ പെണ്ണ് കേസിൽ കേട്ടില്ലേ? ഒരു സ്വന്തം സുഹൃത്തിനെ പോലും പെണ്ണ് കേസിൽ പെടുത്തി ചതിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന്റെ വോയിസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന ചിഞ്ചു പറയുന്നുണ്ട് ചിഞ്ചുവിനെ കുറെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ അകത്തിയുണ്ട്. കാരണം ചിഞ്ചുവിനോട് ആ വ്യക്തികൾ അങ്ങനെയാണ്, അവർ മെന്റൽ പ്രശ്നമുള്ളവരാണ്, അവരങ്ങനത്തോരാണ് ഇങ്ങനത്തോരാണെന്ന് ഈ പറഞ്ഞ ചിഞ്ചുവിനോട് പറയും. ആ ഫ്രണ്ട്സിനോട് പറയും ചിഞ്ചു അങ്ങനത്തെ ആളാണ്, ചിഞ്ചു ഇങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തമ്മിൽ നമ്മുടെ പറഞ്ഞ ബ്രിട്ടീഷിന്റെ ഒരു നയം ഉണ്ടല്ലോ, തമ്മിൽ തല്ലിക്ക, അങ്ങനത്തെ തന്നെ പരിപാടി ഈ പറയുന്ന സിബിൻ കാണിച്ചിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ പറയുന്ന ചിഞ്ചു പറഞ്ഞ ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ മഴവിൽ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ ചാനലിൽ വന്ന ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന സിബിൻ ഹീറോ ആണെങ്കിൽ ജീവിതത്തിൽ കുട്ടിക്കും അമ്മക്കും ഒരു വില്ലൻ തന്നെയായിരുന്നു, കൂടാതെ കൂട്ടുകാർക്കിടയിൽ. ഇത്ര തന്നെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക. ഇതിൻ്റെ ബാക്കി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.